जिसका ये यकीन है कि माल से मसले हल होते हैं, वो मालदार बनने की फिक्र भी करता है, मालदार बनने की मेहनत भी करता है और मालदार बनने की दुआ भी करता है। മനുഷ്യന്റെ ഹൃദയത്തിൽ സമ്പത്ത് കൊണ്ട് എന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ അവൻ സമ്പന്നനാവാൻ വേണ്ടി ആഗ്രഹിക്കും, അതിനുവേണ്ടി പരിശ്രമിക്കും, അതിനുവേണ്ടി ദുആയും ചെയ്യും, പ്രാർത്ഥിക്കും, നേടും. जिसका ये यकीन है कि मसले दीन से हल होंगे तो वो दीनदार बनने की मेहनत भी करेगा, दीनदार बनने की फिक्र भी करेगा और दीनदार बनने की दुआ भी करेगा। പക്ഷേ ഏതൊരു മനുഷ്യൻ തന്റെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദീനാണെന്ന് മനസ്സിലാക്കുന്നു, അവൻ ദീനുള്ളവനാവാൻ വേണ്ടി ആഗ്രഹിക്കും, ദീനുള്ളവനാവണമെന്നുള്ള ചിന്ത ഉണ്ടാവും അവന്, അതിനുവേണ്ടി അവൻ പരിശ്രമിക്കുകയും ചെയ്യും. बातिल का यकीन है मसले मुल्क और माल से हल होंगे, हक वालों का यकीन है कि मसले ईमान और अमल से हल होंगे। ബാത്തിലിന്റെ ആൾക്കാർ അവന് മനസ്സിലാക്കുന്നത് സമ്പത്ത് ഉണ്ടാവുക, സാമ്രാജ്യങ്ങൾ ഉണ്ടാവുക, ഇതാണ് വിജയത്തിന്റെ അടയാളം. എന്നാൽ ദീനുള്ളവരെ, ഹക്കിന്റെ ആൾക്കാർ അവൻ ആഗ്രഹിക്കുന്നത്, മനസ്സിലാക്കുന്നത് അമലുകൾ ഉണ്ടാവുക, അള്ളാഹുവിന്റെ പ്രിയം നമ്മളിൽ ഉണ്ടാവുക, അതാണ് നമ്മുടെ വിജയത്തിന്റെ കാരണം. हुजूर सल्लल्लाहु अलैहि वसल्लम की दुआओं में ये दुआ है, अल्लाहुम्मा रब्बी इज़ा आतैतनी मालन फला ताख़ुज़ सआदती, ऐ अल्लाह अगर तू मुझे माल दे तो इसके बदले में मेरी खुशियां मत छीन ले। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സുന്നത്തായ ദുആ ഉണ്ട്, അല്ലാഹുവേ നീ അഥവാ എനിക്ക് സമ്പത്ത് നൽകിയാൽ അത് കാരണമായി ഉണ്ടാവുന്ന उसके बदले में मेरी खुशियां मत छीन ले, അതിന് പകരമായി നീ എന്റെ സന്തോഷം, അതിന് പകരമായി എന്നിൽ നിന്നും നീ അത് എടുത്തു കളയരുത്. മനസ്സിലായി? അതായത് അല്ലാഹുവേ നീ എനിക്ക് സമ്പത്ത് നൽകിയാലും അതിന് പകരമായി എന്റെ സന്തോഷങ്ങളെ നീ പകരമായി എടുത്തു കളയല്ലേ. മനസ്സിലായി? गरीबों के मसले छोटे मसले, मालदारों के मसले बड़े मसले, गरीबों के मसले हजारों के मसले, मालदारों के मसले करोड़ों के मसले। സഹോദരന്മാരെ, ദരിദ്രന്മാരുടെ പ്രശ്നം ചെറിയ പ്രശ്നങ്ങളാണ്, പണക്കാരുടെ പ്രശ്നം വലിയ പ്രശ്നങ്ങളാണ്. ദരിദ്രരുടെ പ്രശ്നം ആയിരങ്ങളുടെ പ്രശ്നമായിരിക്കും, പണക്കാരുടെ പ്രശ്നം കോടിയുടെ പ്രശ്നം, കോടിക്കണക്കിന് രൂപയുടെ പ്രശ്നങ്ങളായിരിക്കും. बोलो 1000 का मसला छोटा कि करोड़ का मसला छोटा? പറയുന്ന ആയിരത്തിന്റെ പ്രശ്നമാണോ ചെറുത്, കോടിയുടെ പ്രശ്നമാണോ ചെറുത്? अल्लाह हमें तौफीक और समझ नसीब फरमाए। അല്ലാഹു നമ്മൾക്ക് അത് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. दुनिया की चीजों का मिल जाना अल्लाह की रजामंदी की अलामत नहीं है, दुनिया की चीजों का न मिलना अल्लाह की नाराजगी की अलामत नहीं है। हमारे ദുനിയാവിലെ വസ്തുക്കൾ ഒരു മനുഷ്യന്റെ അടുക്കൽ ഉണ്ടാവുക, അത് അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളമൊന്നുമില്ല. ദുനിയാവിലെ വസ്തുക്കളിൽ മനുഷ്യനിൽ കുറഞ്ഞു പോവുക, അത് അല്ലാഹു നമ്മളിൽ അതൃപ്തിയുണ്ട് എന്നതിന്റെ അടയാളവുമല്ല. दीन की तौफीक का मिलना अल्लाह की रजामंदी की अलामत है, दीन की तौफीक का न मिलना या मिलकर छिन जाना ये अल्लाह की नाराजगी की अलामत है। ദീനിന്റെ തൗഫീക്ക്, ദീനിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുന്നത് ഇത് അല്ലാഹുവിന്റെ തൃപ്തിയുടെ അടയാളമാണ്. ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടിയിട്ട് അത് നഷ്ടപ്പെടുക, ഇത് അല്ലാഹുവിന്റെ അതൃപ്തിയുടെ അടയാളങ്ങളാണ്. हमारे साथ एक नौजवान जमात में था, जिले में। നമ്മുടെ കൂടെ ഒരു കൂട്ടുകാരൻ, ഒരു ചെറുപ്പക്കാരൻ കൂട്ടുകാരൻ 40 ദിവസം ജില്ലാ ജമാഅത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. वो गैर ईमान वाला था, ईमान में दाखिल हुआ। അദ്ദേഹം മുസ്ലിം ആയിരുന്നില്ല, അദ്ദേഹം ഇസ്ലാമിലേക്ക് പിന്നീട് വന്ന ആളാണ്. 5 साल के बाद वो हमारे साथ जिले में आया था। इस्लाम में 2012 में दाखिल हुआ, 2017 में हमारे साथ जिले में आया। അദ്ദേഹം 5 വർഷം ഇസ്ലാമിൽ വന്നതിന് ശേഷം 5 വർഷം 2012 അദ്ദേഹം ഇസ്ലാമിൽ വന്നു, 2017 ഞങ്ങളുടെ കൂടെ 4 ദിവസം ജില്ലാ ജമാഅത്തിൽ വന്നു. इन 5 सालों में 350 लोग मेरे हाथ पर ईमान लाए। അദ്ദേഹം പറഞ്ഞു ഈ 5 വർഷത്തിന്റെ കാലയളവിൽ 350 പേര് എന്നിലൂടെ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു. और उसकी बीवी भी ऐसी, वो भी ईमान में दाखिल हुई। इसको देखकर അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തെ കണ്ട് ഇസ്ലാമിലേക്ക്, ഈമാനിലേക്ക് പ്രവേശിച്ചവരായിരുന്നു. वो इंटरव्यू देने के लिए आई थी, इंटरव्यू ले रहा था, इसको देखकर इसके दीन से मुतासिर हो गई। അദ്ദേഹത്തിന്റെ അടുക്കൽ ഇന്റർവ്യൂവിന് വേണ്ടി വന്നവരായിരുന്നു. അദ്ദേഹത്തിന്റെ ദീനിയായ ഗുണങ്ങൾ കണ്ട് അദ്ദേഹത്തിൽ ആകൃഷ്ടനായി അവർ ഇസ്ലാം മതം സ്വീകരിച്ചു. ईमान का नूर चेहरों पर झलकता है, ഈമാനിന്റെ പ്രകാശം അത് മുഖങ്ങളിൽ പ്രകാശിക്കും, അത് തെളിയും, കാണും.
दिल में ईमान होगा, चेहरे पर नूर होगा। അഥവാ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ അവരുടെ മുഖങ്ങളിൽ ഈമാനിന്റെ പ്രകാശം അത് പുറത്തേക്ക് കാണും, പ്രതിഫലിക്കും. उसकी बातों में नूर होगा, അവന്റെ സംസാരങ്ങളിൽ അതിന്റെ പ്രതിഫലനം, പ്രകാശത്തിന്റെ പ്രതിഫലനം ഉണ്ടാവും. इसलिए कि ईमान नूर है. എന്തുകൊണ്ടാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ പ്രകാശമാണ്. हज़रत अब्दुल्लाह इब्न सलाम रज़ी अल्लाह तआला अन्हु बहुत बड़े यहूदियों के आलिम थे। उन्होंने अपनी किताब में पढ़ा था कि आखिरी जमाने में नबी आएंगे, उनकी ये सब अलामतें होंगी। इंतजार में बैठे थे, जैसे ही खबर मिली अल्लाह के नबी अलैहिस्सलाम आए हैं तो सफर शुरू कर दिया तहकीक करने के लिए। हज़रत अब्दुल्लाह इब्न सलाम അദ്ദേഹം യഹൂദിയായ ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ നിന്നുമുള്ള വിവരമുണ്ടായിരുന്നു. അവസാന കാലഘട്ടങ്ങളിൽ നബി വരും, ആ നബിയുടെ ഗുണങ്ങളെല്ലാം ആ കിതാബിൽ അദ്ദേഹം വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തോടു കൂടി അദ്ദേഹം നബിയെ കൂലങ്കഷമായി പഠിക്കാൻ തുടങ്ങി. तो तहकीक करते करते मदीना पहुंच गए. അദ്ദേഹം ആ പഠനത്തിൽ അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ, ത്വരയുടെ പേരിൽ അദ്ദേഹം മദീനയിലേക്ക് എത്തി. और हुजूर सल्लल्लाहु अलैहि वसल्लम की मजलिस में जाने के लिए निकल पड़े. जैसे ही मजलिस के अंदर दाखिल हुए, हुजूर सल्लल्लाहु अलैहि वसल्लम के चेहरे अनवर पर इनकी नजरें पड़ी. पड़ते ही उनके दिल ने कहा कि ये चेहरा झूठे आदमी का नहीं हो सकता. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്വേഷിച്ചു. തങ്ങളുടെ മജ്ലിസിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അദ്ദേഹം കാലെടുത്ത് വെച്ചു. അദ്ദേഹം ആദ്യമായി കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവദനത്തെ, അതിന്റെ പ്രകാശത്തെ. അദ്ദേഹത്തിന് മനസ്സിലായി ഈ മുഖം ഒരിക്കലും ഒരു കളവ് പറയുന്ന ആളുടെ മുഖമല്ല. कुरान कहता है क़यामत के दिन बाजों के चेहरे नूर से चमकते हुए होंगे और बाजों के चेहरे एकदम काले पड़ जाएंगे. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഖിയാമത്ത് നാളിൽ ചിലരുടെ മുഖങ്ങൾ പ്രകാശം കൊണ്ട് വെളുത്തിരിക്കും. മോശമായ ആൾക്കാരുടെ മുഖങ്ങൾ ഇരുട്ടുകൊണ്ട് അവരുടെ തിന്മകൾ കാരണമായി കറുത്തു പോകും. ईमान का नूर चेहरों पे आता है. ഈമാനിന്റെ പ്രകാശം അത് മുഖങ്ങളിൽ പ്രതിഫലിക്കും. तो वो साथी वो इंटरव्यू ले रहा था, उसका काम था जॉब रिक्रूटमेंट. वो इंटरव्यू ले रहा था. वो लड़की आई थी, उसका चेहरा देख करके इस्लाम के ताल्लुक से पूछने लगी और ईमान में दाखिल हो गई. അദ്ദേഹത്തിന്റെ ജോലി ഇന്റർവ്യൂ കൊടുക്കലായിരുന്നു. ഇന്റർവ്യൂ, ജോബ് റിക്രൂട്ട്മെന്റ്, ആളെ ജോലിക്ക് എടുക്കൽ. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മുഖം കണ്ട്, ആ മുഖത്തിലെ പ്രകാശം കണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതം കണ്ട്, അദ്ദേഹത്തിന്റെ സ്വഭാവം കണ്ട് ഇസ്ലാമിനെ സ്വീകരിക്കുന്നതിന് കാരണമായി. कहने लगा मेरी बीवी भी मेरे साथ माशाअल्लाह दाई है, तो अब तक उसके हाथ पे भी 150 औरतें ईमान में दाखिल हो गई. എന്റെ ഭാര്യയും എന്നെ പോലെ തന്നെ ദീനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ദീനിയായ കാര്യം മറ്റുള്ളവരോട് പറയുന്നതിൽ വ്യഗ്രതയുള്ളവരാണ്, ദായിയത്താണ്. അവരുടെ കൈ കൊണ്ടും 150 പേര് ഈ കാലയളവിൽ ഇസ്ലാമിൽ വരികയുണ്ടായി. तालीम में बैठे, അവർ താലീമിൽ ഇരിക്കുകയായിരുന്നു. तालीम के दौरान उस नौजवान ने, हमारी जमात में एक मुफ्ती साहब भी थे, उस मुफ्ती साहब से ये सवाल पूछा, हजरत ये कैसे पता चले कि इस वक्त अल्लाह हमसे राजी है कि नाराज है? അദ്ദേഹം താലീമിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മുഫ്തി സാഹിബിനോട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ഹസ്രത്ത്, ഈ സന്ദർഭത്തിൽ അള്ളാഹു എന്നിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, തൃപ്തിയിലാണോ ഞാനിപ്പോൾ ഉള്ളത് എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും? सहाबा की सिफत है, ഇത് സഹാബാക്കളുടെ സിഫത്താണ്. यबतगून फज़लन मिनल्लाहि व रिज़वाना. ये सहाबा की सिफत है कि हर वक्त इस बात की जुस्तजू में और कोशिश में और सोच में रहते हैं कि अल्लाह किस चीज से राजी होंगे और अल्लाह का फजल मुझे किस रास्ते से मिलेगा. ഇത് സഹാബാക്കളെ മഹാന്മാരുടെ പദവിയാണ്, അവരുടെ ദർജയാണ്, അവരുടെ നിലവാരമാണ്. അവര് എല്ലാ സമയത്തും അല്ലാഹുവിന്റെ തൃപ്തി തങ്ങളിൽ എങ്ങനെ ഉണ്ടായിത്തീരുമെന്ന് അവര് ചിന്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. फजल और रज़ा, फजल और रज़ा. അല്ലാഹുവിന്റെ ഫദല്, അല്ലാഹുവിന്റെ തൃപ്തി, ഈ രണ്ട് കാര്യങ്ങൾ. ये फिक्र उसको, ഈ ഫിക്ർ ആ ആൾക്ക് ഉണ്ടായി. तालीम के हल्के में बैठ के मुफ्ती साहब से पूछ रहा है कि कैसे पता चलेगा कि अल्लाह राजी है कि नाराज है. അപ്പൊ അദ്ദേഹം ചോദിച്ചു മുഫ്തി സാഹിബിനോട്, നമുക്ക് എങ്ങനെ മനസ്സിലാവും അല്ലാഹു അപ്പോൾ തൃപ്തനാണോ അതൃപ്തനാണോ? मुफ्ती साहब ने बरजस्ता जवाब दिया, अमल की तौफीक हो रही है तो समझो अल्लाह राजी है, अमल की तौफीक नहीं हो रही है तो समझ लो कि अल्लाह नाराज है. മുഫ്തി സാഹിബ് അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു, അമൽ ചെയ്യാൻ തൗഫീക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കോ, അല്ലാഹു നിന്നിൽ തൃപ്തനാണ്. അമൽ ചെയ്യാൻ നിനക്ക് തൗഫീക്ക് കിട്ടുന്നില്ല
കിട്ടുന്നില്ലയോ എങ്കിൽ നീ മനസ്സിലാക്കിക്കോ അല്ലാഹു നിന്നിൽ അതൃപ്തനാണ്. आमाल में जी लग रहा है तो समझ लो अल्लाह राजी हो रहे हैं, आमाल से जी बेजार हो रहा है तो समझ लो अल्लाह नाराज है। അമൽ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളിൻ നമ്മളിൽ അല്ലാഹു തൃപ്തനാണ്. അമൽ ചെയ്യാൻ മടി തോന്നുന്നു, അമൽ ചെയ്യാൻ പ്രയാസം തോന്നുന്നു എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളിൻ അല്ലാഹുവിന്റെ അതൃപ്തിയിലാണ് നമ്മളെന്ന് മനസ്സിലാക്കിക്കൊള്ളിൻ. अल्लाह का जिक्र ईमान की अलामत है। അല്ലാഹുവിന്റെ ദിക്ർ ഈമാനിന്റെ അടയാളമാണ്. ईमान की अलामत निफाक से बरात, शैतान से हिफाजत। നിഫാഖിന്റെ അടയാളം എന്താണ്? अल्लाह का जिक्र ईमान की अलामत, निफाक से बरात। ये कह सकते हैं कि सर्टिफिकेट लिख के दे सकते हैं कि ये मुनाफिक नहीं है, और शैतान से हिफाजत। അള്ളാഹുവിന്റെ ഈമാന്റെ അടയാളം എന്താണ്? അത് നിഫാഖിൽ നിന്നും നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ തരും. ശൈത്താനിന്റെ എതിരാളിയായിട്ട് മാറും. ശൈത്താനുമായി നമുക്ക് ബന്ധമുണ്ടാവില്ല. जो आदमी कसरत से जिक्र करता है उसे देखकर कह सकते हैं कि ये ईमान वाला है, उसे देखकर ये कह सकते हैं कि इसके अंदर निफाक नहीं है, और उसकी अल्लाह उस जिक्र की बरकत से अल्लाह उसकी हिफाजत करे। ഒരു മനുഷ്യൻ ദിക്ർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു, സ്ഥിരമായി ദിക്ർ ചെയ്യുന്നതായി കണ്ടു, നമ്മൾക്ക് പറയാം ഇയാൾ ഈമാനുള്ളതാണ്, നമുക്ക് പറയാൻ സാധിക്കും ഇയാളെ മുനാഫിക്കല്ല, ഇയാൾ ശൈത്താന്റെ പിടിയിൽ നിന്ന് ഒഴിവായ ആളാണ് എന്ന് നമുക്ക് ദിക്ർ ചെയ്യുന്ന ആളെ കണ്ടാൽ നമുക്ക് പറയാൻ സാധിക്കും. इसलिए कि मुनाफिक को जिक्र की तौफीक नहीं होती, കാരണം ഒരു മുനാഫിക്കിന് ഒരിക്കലും ദിക്ർ ചെയ്യാൻ അല്ലാഹുവിനെ സ്മരിക്കാൻ സാധിക്കുകയില്ല. क़ामू इला सलाती क़ामू कुसाला, एक सिफत, युराउन अन्नास दूसरी सिफत, वला यज़कुरुन अल्लाह इल्ला क़लीला तीसरी सिफत ईमान के अंदर बिगाड़ की है। क्या नमाज को खड़ा होगा बड़ी सुस्ती के साथ, अमल करेगा लोगों को दिखाने के लिए, जिक्र करेगा यूं ही थोड़ा सा, थोड़े से जिक्र में उसका पेट भर जाए। അഥവാ അവൻ നമസ്കാരത്തിനായി നിന്നാൽ മടിയോടുകൂടി അവൻ നിൽക്കുന്നവനാണ്. മാത്രമല്ല അവൻ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുന്നവനാണ്. മാത്രമല്ല ഇനി ദിക്ർ ചെയ്യുകയാണെങ്കിൽ, അല്ലാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ അത് അല്പം മാത്രം സ്മരിക്കുന്നതാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു മുനാഫിക്കിന്റെ അടയാളമായി അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ചലോ ചാപ്പി ദേ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചാവിക്കാൻ പോലെ ചോദിച്ചിട്ട് അന്ന് പോയി കളയും. जीने लगेगा, അവന് ഹൃദയത്തിൽ ആഗ്രഹം താല്പര്യമുണ്ടാവും ദിക്ർ ചെയ്യാൻ. और हमारे मौलाना इब्राहिम साहब दामत बरकातुहू एक मरतबा कहने लगे, जिसको जिक्र में मजा आता है उसको खाने में मजा नहीं आता, और जिसको खाने में मजा आता है उसको जिक्र में मजा नहीं आएगा। बड़ी बात है, उसके बाद की बात कहूंगा, बोल दीजिए। മൗലാന ഇബ്രാഹിം സാഹിബ് ദാമത്ത് ബർക്കാത്തുഹു പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ആയുസ്സിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, തണൽ നമുക്ക് നീട്ടിയിട്ട് തെരുമാറാകട്ടെ. ഉലമാക്കളുടെ മഹാന്മാരുടെ പേര് പറയുമ്പോൾ പറയേണ്ട ദുആകളാണ്. അദ്ദേഹം പറയുമായിരുന്നു, ആർക്ക് ദിക്ർ ചെയ്യുന്നതിൽ ആനന്ദം ഉണ്ടാവുമോ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവില്ല. ആർക്ക് ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ ആനന്ദമുണ്ടോ അവർക്ക് ദിക്ർ ചെയ്യുന്നതിൽ ആനന്ദം ഉണ്ടാവില്ല. പറഞ്ഞ കുറച്ച് വലിയ കാര്യമാണ് ഞാൻ വിവരിച്ചു തരാം. क़यामत के करीब की अलामतों में ये लिखा हुआ है कि जब दज्जाल आएगा तो ईमान वाले दज्जाल के फितने से बचने के लिए मदीने मुनव्वरा में चले जाएंगे, और दज्जाल मदीने के अंदर दाखिल नहीं हो सकेगा. സമരെ ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽ വരുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരുമ്പോൾ മനുഷ്യൻ दज्जाल आएगा, दज्जाल वരും. तो दज्जाल के फितने से बचने के लिए ईमान वाले मदीने के अंदर दाखिल हो जाएंगे. ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈമാനുള്ള ആൾക്കാർ അവർ മദീനയിലേക്ക് ചെല്ലും. ദജ്ജാൽ ഒരിക്കലും മദീനയിൽ പ്രവേശിക്കുകയില്ല. तो महफूज रहेंगे, അവർ അവിടെ സുരക്ഷിതരായിരിക്കും. हाँ, लेकिन अल्लाह को भी चेक करना है कि ईमान कितना कच्चा है कितना पक्का है. പക്ഷെ അള്ളാഹുവിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഈ ആൾക്കാരുടെ ഈമാൻ എത്രമാത്രം ഉഷാറാണ്, രൂപാന്തരം ദൃഢപ്പെട്ടിട്ടുണ്ട്, പക്കയാണോ കച്ചയാണോ. वलयालमन अल्लाहु अल्लज़ीना सदक़ू वलयालमन अल-काज़िबीन. अल्लाह कहते हैं हम तो चेक करके देखेंगे कि कौन अपने ईमान के दावे में सच्चा है और कौन अपने ईमान के दावे में झूठा तो नहीं बोल सकते, कच्चा. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ തീർച്ചയായും ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും ആര് അവരുടെ വാക്കുകളിൽ സത്യസന്ധനാണ്, ആര് അവരുടെ ഈമാൻ പറയുന്ന
കുറച്ച് മാത്രം വിശ്വാസമുള്ളവരാണ് कच्चा കച്ച, അത് ഞാൻ ചിന്തിക്കുന്നത് തന്നെ ചെയ്യും. तो अल्लाह मदीने में जलजला लाएंगे, അള്ളാഹു സുബ്ഹാനഹു വ തആല മദീനയിൽ ആ സമയത്ത് ഒരു ഭൂചലനം കൊണ്ടുവരും. जलजले आएंगे पीछे पीछे. അങ്ങനെ തുടരെ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാവും. अब ईमान और जान का इम्तिहान, कि ईमान को आदमी तरजीह देता है कि जान को आदमी तरजीह देता है. जलजले में मर जाएगा ना तो मदीना छोड़ के भागेगा, मदीना छोड़ के भागेगा तो दज्जाल के फितने में फंसेगा. ഈമാൻ സംരക്ഷിക്കണോ ജീവൻ സംരക്ഷിക്കണോ, ഏതിനാണ് ഇവർ മുൻതൂക്കം കൊടുക്കുന്നത് എന്ന് നോക്കും. ഇപ്പൊ ഈ ചില ആൾക്കാർ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഈ അളകുന്ന ഭൂമിയിൽ നിന്നും ഭൂമി കുലുക്കത്തിന്റെ പ്രദേശമായ മദീനയിൽ നിന്നും മദീന വിട്ട് ഓടിപ്പോവുകയും അവർ ദജ്ജാലിന്റെ ഫിത്നയിൽ ചെന്ന് അകപ്പെടുകയും ചെയ്തു. तो ईमान वाले वही जमेंगे, अल्लाह पाक हालात लाएंगे कि वहां खाने में कमी हो जाएगी. ഈമാനുള്ള ആൾക്കാർ അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസ്ഥകൾ കൊണ്ടുവരും, അവസ്ഥകളിലൂടെ പരീക്ഷിക്കും. ഭക്ഷണത്തിന്റെ കുറവ് അവിടെ ഉണ്ടാവും. इम्तिहान लिया जाता है ईमान की अगली सतह को पहुंचाने के लिए. ഈ പരീക്ഷണങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഈമാനിന്റെ അടുത്ത പടിയിലേക്ക്, അടുത്ത റാങ്കിലേക്ക്, നമ്മൾ അടുത്ത നിലവാരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. क्यों भाई स्कूल में इम्तिहान लेते हैं बच्चे का, उसे फेल करने के लिए लेते हैं या पास करने के लिए लेते हैं? സ്കൂളിൽ കുട്ടികളെ പരീക്ഷയിൽ ഇരുത്തുന്നത് അവരെ തോൽപ്പിക്കാനാണോ അവരെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണോ? 9th का इम्तिहान लेते हैं 10th में भेजने के लिए कि 8th में भेजने के लिए? 9ാം ക്ലാസ്സിലെ പരീക്ഷ അവരെ 10ാം ക്ലാസ്സിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെ 8ാം ക്ലാസ്സിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണോ? बोलो किसके लिए लेते हैं? പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? तो ईमान के हालात के जरिए से अल्लाह ईमान का इम्तिहान लेते हैं. जब उस इम्तिहान में आदमी पार लग जाता है तो अगली सतह ईमान का पा लेता है. അപ്പം അവസ്ഥകൾ കൊണ്ടുവന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ പരീക്ഷിക്കുകയും അതിൽ വിജയിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അടുത്ത ദർജയിലേക്ക് ഉയർത്തുകയും ചെയ്യും. तो अब खाना कम हो गया, एक तो इधर चार जलजले आ रहे, दूसरा खाना कम हो गया. ഒന്ന് ഭൂമി കുലുക്കം, രണ്ട് ഭക്ഷണത്തിന്റെ ക്ഷാമം, ഭക്ഷണം കുറവായി, ഭക്ഷണം കിട്ടാനില്ല. तो उस वक्त हदीस की किताबों में ये बात मिलती है, उस वक्त ईमान वाले अल्लाह के जिक्र से अपना पेट भर ले. ഹദീസിൽ വന്നിട്ടുണ്ട് ആ സമയത്ത് മുഅ്മിനീങ്ങളായ ആൾക്കാരെ അവര് അല്ലാഹുവിന്റെ ദിക്ർ ചെയ്ത് അവരുടെ വയറുകളെ നിറക്കുന്നതാണ്. अल्लाह के जिक्र में बड़ी ताकत है, അല്ലാഹുവിന്റെ ദിക്റിൽ വലിയ ശക്തിയുണ്ട്, अल्लाह के जिक्र में बड़ी लज्जत है. അല്ലാഹുവിന്റെ ദിക്റിൽ വലിയ ആസ്വാദനമുണ്ട്. बहुत मजा आता है अल्लाह के सामने रोने में. അല്ലാഹുവിന്റെ മുമ്പിൽ കരയുന്നത്, കൈപൊക്കി കരയുന്നതിൽ വലിയ ആനന്ദമുണ്ട്, വലിയ രസമാണ്. हम सबके साथ होता है, हमने गौर नहीं किया. നമ്മൾക്ക് എല്ലാവരും അത് അനുഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. कभी कभी सहरी के टाइम पर दुआ करते रहते हैं रमजान में. ചില സമയത്ത് നമ്മൾ രാത്രിയിൽ അത്താഴത്തിന്റെ സമയത്ത് കൈകൾ പൊന്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കും. रमजान में റമദാനിൽ लाइन लग जाती है, लाइन नॉट रीचेबल नहीं होता है, लाइन लग जाता है. दुआ में अल्लाह से लाइन लग जाता है. ആ സമയത്ത് നമ്മൾ കണക്ട് ആവും പഠിച്ചുകൊണ്ടിരിക്കും. ചില സമയത്ത് അത്താഴത്തിന്റെ വേളയിൽ आमतौर पर हम दुआ करते हैं तो नॉट रीचेबल आता है. അധിക സമയങ്ങളിൽ സാധാരണ നമ്മൾ ദുആ ചെയ്യുമ്പോൾ അത് കണക്ട് ആവാറില്ല, റീച്ചബിൾ ആണ്. जी नहीं लगता. ഹൃദയം അവിടെ പോയി കുടുങ്ങാറില്ല, മുട്ടാറില്ല. और आदमी की जब आंखें गंदी चीजें देखती हैं, उसे दुआ की तौफीक नहीं होती. आदमी के पेट में जब गंदी चीजें दाखिल होती हैं, उसकी दुआ कबूल नहीं होती. സ്വമരെ കണ്ണുകളെ കൊണ്ട് മോശത്തരങ്ങൾ കാണുന്ന ആ കണ്ണുകളുടെ ഉടമസ്ഥന്റെ ദുആ അവർ ഒരിക്കലും ദുആ ചെയ്യാൻ സാധിക്കുകയില്ല. ആരുടെ വയറ്റിൽ മോശമായ കാര്യങ്ങൾ പോകുന്നു അവരുടെ ദുആ സ്വീകരിക്കപ്പെടുകയില്ല. तौफीक भी नहीं और कबूलियत भी नहीं. ചെയ്യാനും സാധിക്കില്ല, ചെയ്തെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. दुश्मनों ने इस बात की कोशिश की है कि ऐसी चीजें बाजार में फैलाओ, ऐसी चीजें फोनों में फैलाओ कि मुसलमान की आंखें खराब हो जाए. സഹോദരനെ, ശത്രുക്കൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് ചുറ്റും അവരെ നിർത്തിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫോണില്, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ കണ്ണുകൾ കിടക്കാവുന്നത്, നമ്മുടെ ദ്വാകൾ ഇല്ലാണ്ടായി പോകുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ നിർത്തി വെച്ചിരിക്കുകയാണ്, നമ്മുടെ ഫോണിൽ തന്നെ. गंदी चीज पर नजर पड़ गई, अल्लाह के लिए फेर लिया तो फरमाया अल्लाह उसे ईमान की लज्जत नसीब फरमा दे. മോശമായ ഒരു കാര്യത്തില് കണ്ണ് പോയി, അത് കണ്ണ് തറച്ചു, കണ്ടുപോയി. പക്ഷേ അള്ളാഹുവിന്റെ പേടി കാരണമായി നമ്മൾ അള്ളാഹുവിന്റെ പേടി കാരണമായി ദൃഷ്ടി മാറ്റിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈമാനിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. तो
कभी कभी रमजान में अल्लाह से लाइन लग जाता है दुआ में। ചില സന്ദർഭങ്ങളിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും റമദാനില് കൈകൊണ്ടിച്ച് ദുആ ചെയ്യുമ്പോൾ നമ്മുടെ ലൈന് കണക്ട് ആയി കിട്ടും മനസ്സിലാക്കുന്നത്. वो टाइम पर बुलाते रहते घर में, खाने के लिए आओ, खाने के लिए आओ, दस्तरखान बिछाए, जी नहीं लगता दस्तरखान में जाने का, जी नहीं लगता मुसल्ला छोड़ने का। ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാർ പറയും ഭക്ഷണം എടുത്തു വെച്ചിരുന്നില്ലേ, ഭക്ഷണം തയ്യാറായിരിക്കുന്നു. ആ സമയത്ത് ആവശ്യമായ ഭക്ഷണത്തിലേക്ക് ഈ ദുആ വിട്ടിട്ട് ഈ മുസല്ല വിട്ടിട്ട് പോവാൻ നമ്മളെ മനസ്സിൽ വരില്ല. നമ്മളെല്ലാരും അത് ആസ്വദിച്ചിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. हजरत ने मौलाना ने फरमाया जिसको खाने में मजा आता है उसको जिक्र में मजा नहीं आएगा, जिसको जिक्र में मजा आना शुरू हो जाता है उसको खाने में मजा नहीं आएगा। അതുകൊണ്ടാണ് മൗലാന ഇബ്രാഹിം സാഹിബ് പറഞ്ഞത് ഏത് മനുഷ്യന് ദിക്റിൽ രസം പിടിച്ചോ അവന് ഭക്ഷണത്തിന് രസം ഉണ്ടാവില്ല. ഏതൊരു മനുഷ്യന് ഭക്ഷണത്തിനോട് രസം ഉണ്ടാകുമോ അവന് ദിക്ർ ചെയ്യാൻ സാധിക്കില്ല, ദിക്റിലും അവന് രസം കിട്ടുകയില്ല. ईमान का नूर जब दिलों में दाखिल होता है, हुजूर अकरम सल्लल्लाहु अलैहि वसल्लम ने फरमाया जब ईमान का नूर सीने में दाखिल होता है तो सीना उसके लिए खुल जाता है। सहाबा ने पूछा अल्लाह के नबी इस बात की क्या अलामत है कि ईमान का नूर सीने में दाखिल हो गया? तो हुजूर सल्लल्लाहु अलैहि वसल्लम ने फरमाया धोखे के घर दुनिया से दूरी होने लगेगी और बाकी रहने वाला घर आखिरत का रग़बत पैदा हो जाएगा। സമരെ ഈമാൻ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ, ഈമാനിന്റെ പ്രകാശം ഹൃദയത്തിലേക്ക് കയറുമ്പോൾ ഹൃദയം വിശാലമായിരിക്കും. സഹാബാക്കളെ മതങ്ങൾ ചോദിച്ചു അതിന്റെ അടയാളം എന്താണ് റസൂലുള്ളാഹി, അതിന്റെ അടയാളം എന്താണ് എന്ന് നബിതങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു മനുഷ്യന്റെ ചിന്ത, മനുഷ്യന്റെ ആഗ്രഹം ദുനിയാവിന്റെ വസ്തുക്കളിനോട്, ദുനിയാവിൽ നിന്ന് തിരിഞ്ഞ് ആഖിറത്തിലേക്കുള്ള ചിന്ത, ആഖിറം അവന്റെ സമീപമുള്ളതായി തോന്നും. ദുനിയാവ് ദൂരമായി പോകും അവന്റെ ഹൃദയത്തിൽ. വഞ്ചനയുടെ വീടായ ഈ ദുനിയാവിനോട് അവന് ദൂരം പ്രാപിക്കും. സത്യമായ ആഖിറത്തിനോട് അവന്റെ ഹൃദയം വരും. ദുനിയാവ് വഞ്ചനയുടെ വസ്തുക്കളാണ്. മരണത്തിൽ നമ്മൾ എല്ലാവരും അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. ഈ വഞ്ചന നമ്മൾ മനസ്സിലാക്കും. फिरौन का भी खुल गया, ഫിർഔനിന് പോലും മനസ്സിലായി जब डूब रहा था അവൻ മുങ്ങുന്ന സമയത്ത് आखिरत की मंजिल सामने आ गए അവന്റെ മുമ്പിൽ ആഖിറത്തിന്റെ കാഴ്ചകൾ കാണാൻ തുടങ്ങി. तो उस वक्त कहने लगा अब मैं मूसा और हारून के रब पर ईमान लाता ആ സമയത്ത് പറയാൻ തുടങ്ങി ഇപ്പോൾ ഞാൻ മൂസന്റെ ഹാറൂന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. अब तौबा का दरवाजा बंद हो चुका പക്ഷേ അവനിലേക്കുള്ള തൗബയുടെ വാതിലുകൾ അടക്കപ്പെട്ടു പോയി. अल्लाह ने फरिश्ते को भेजा के जाओ उसी समंदर की मिट्टी उठाकर इस कमबख्त के मुंह में ठोस दो, देखकर ईमान आता है। അല്ലാഹു പറയും അവന്റെ വായിൽ ഈ മണ്ണിന്റെ, ഈ സമുദ്രത്തിന്റെ അടിയിലെ മണ്ണ് കൊണ്ട് അവന്റെ വായിൽ കൊണ്ടിട്ട് ഈ സമയത്ത് കണ്ടിട്ടാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ देखकर मानने को ईमान नहीं कहते, കണ്ടിട്ട് വിശ്വസിക്കുന്നതിനെ ഈമാൻ എന്ന് പറയുകയില്ല. वो तो जानवर की सिफत है, അത് മൃഗത്തിന്റെ സിഫത്താണ്. रोटी दिखाओ तो गरीब आएगा, അതിന് എന്തെങ്കിലും ഒരു ഭക്ഷണം ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ അടുത്തേക്ക് വരും. लकड़ी उठाओ तो दूर भागेगा, വടി എടുത്താൽ അത് ദൂരെ ഓടിക്കളയും. कुत्ते को क्या करते हैं, हड्डी दिखाओ तो भाग के आता है, ഒരു പട്ടിക്ക് ഒരു എല്ല് കഷ്ണം ഇട്ട് കൊടുത്താൽ അത് ഓടിച്ചാടി നമ്മുടെ അടുത്തേക്ക് വരും. और लकड़ी दिखाओ तो भागेगा। വടി എടുത്താൽ അത് ഓടി ദൂരെ പോയി കളയും. देखकर नहीं, अपनी नजर का इनकार करना, नबी की खबर का इकरार करना। സൗന്ദര്യ കണ്ടിട്ടല്ല, നമ്മുടെ കണ്ണുകൾ കാണുന്നതിനെ അവിശ്വസിച്ചുകൊണ്ട് നബിയുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് ഈമാൻ കൊണ്ടുവരും. हमारी नजर, हमारी अकल, हमारा तजुर्बा, हर आदमी को इस पर बड़ा एतमाद होता है. നമ്മുടെ കണ്ണ്, നമ്മുടെ ചിന്ത, നമ്മുടെ ബുദ്ധി, മനുഷ്യന് തന്നെ ഈ കാര്യങ്ങളിൽ വലിയ വിശ്വാസം ഉണ്ടാകാറുണ്ട്. तजुर्बा വലിയ എക്സ്പീരിയൻസ് അവനുണ്ടാവാറുണ്ട്. उस पर आदमी को बड़ा एतमाद होता है. അവന് അതിൽ വലിയ വിശ്വാസം തോന്നാറുണ്ട്. എന്റെ അനുഭവങ്ങൾ, अनुभव पर बड़ा एतमाद होता है. അതിൽ അനുഭവത്തിൽ വലിയ അവന് വിശ്വാസം തോന്നും. अकल पर बड़ा एतमाद होता है. എന്റെ ബുദ്ധിയെ കുറിച്ച് അവന് വലിയ മതിപ്പുണ്ടാകും. और नजर पर बड़ा एतमाद होता है. ഞാൻ കണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ് അവൻ അതിൽ ഉറപ്പിക്കും. तो इन सब का इनकार करना, नबी की खबर का इकरार करना, ഈ കണ്ടതിനെല്ലാം നിരാകരിക്കുക, നബി പറഞ്ഞതിൽ വിശ്വസിക്കുക. ये है ईमान, ഇതാണ് ഈമാൻ. ये है ईमान. ഇതാണ് ഈമാൻ.
यमहक़ल्लाहु रिबा व युर्बिस सदक़ात। कुरान कहता है कि सदक़े से माल बढ़ता है और सूद से माल घटता है। സഹോദരനെ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, മനുഷ്യൻ സദഖ കൊടുക്കുമ്പോൾ അവന്റെ സമ്പത്ത് കൂടും, അവൻ പലിശ വാങ്ങുമ്പോൾ അവന്റെ സമ്പത്ത് നശിച്ചു പോകും. आंखें क्या देखती है? മനുഷ്യൻ എന്താണ് സാധാരണ കാണുന്നത്? हमारी आंखें देखती हैं कि सदका देंगे तो माल कम हो जाएगा और सूद में फिक्स्ड डिपॉजिट में डालेंगे तो माल बढ़ जाएगा। अब आंख की एक है और नबी की खबर एक तरफ है। अब इम्तिहान है कि आदमी किस पर भरोसा करता है। നമ്മുടെ കണ്ണുകൾ കാണുന്നത് എന്താണ്? നമ്മൾ സദഖ കൊടുക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സമ്പത്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ പലിശ വാങ്ങുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ നമ്മുടെ സമ്പത്ത് കൂടുന്നതായിട്ട് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. കണ്ണുകൊണ്ട് കാണുന്നതൊന്ന്, നബി പറഞ്ഞത്, നബി പറഞ്ഞ് അറിയിച്ച വാർത്തകൾ മറ്റൊന്ന്. ഖുർആൻ की आयत है यमहक़ल्लाहु रिबा व युर्बिस सदक़ात। ഖുർആൻ എന്താണ് പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല യംഹഖല്ലാഹു റിബा व युर्बिस सदक़ात। और अल्लाह के नबी अलैहिस्सलाम ने फरमाया सच बोलो तो नजात पाओगे, झूठ बोलो तो हलाक हो जाओगे। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സത്യം പറയും, നിങ്ങൾ വിജയിക്കും. നിങ്ങൾ കളവ് പറഞ്ഞാൽ നിങ്ങൾ നശിച്ചു പോകും. और तजुर्बा हमारा कहता है कि सच बोलोगे तो बच जाओगे और झूठ बोलोगे तो बच जाओगे। പക്ഷെ നമ്മുടെ അനുഭവങ്ങൾ എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? സത്യം പറഞ്ഞാൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്, കളവ് പറഞ്ഞാൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. आम हालात में सब सच्चे ही हैं। നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ സത്യസന്ധർ തന്നെയാണ്. आदमी झूठ मुश्किल हालात में बोल देता है। പക്ഷെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ കളവ് പറഞ്ഞു പോകുന്നത്. आदमी मुश्किलों से निकलने के लिए झूठ बोलता है। പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കളവുകൾ പറയുന്നത്. क्या मतलब उसका? അതിന്റെ അർത്ഥം എന്താണ്? इसका मतलब ये है कि अगर झूठ बोलकर तुम बच भी गए, छोटी मुसीबत से बचे हो, बड़ी मुसीबत में फंसोगे। അതിന്റെ അർത്ഥം എന്താണ്? അഥവാ നിങ്ങൾ കളവ് പറഞ്ഞിട്ട് അഥവാ ഇപ്പോഴത്തെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ചെറിയ പ്രശ്നത്തിൽ നിന്നും വലിയ പ്രശ്നത്തിലേക്കാണ് നിങ്ങൾ പോയിരിക്കുന്നത്. अगर सच बोलकर फंस गए, इसका मतलब ये है कि बड़ी मुसीबत से बच गए, छोटी मुसीबत में फंस गए। അഥവാ സത്യം പറഞ്ഞ് നമ്മൾ കുടുങ്ങിപ്പോയി. അതിന്റെ അർത്ഥം എന്താണ്? എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വലിയ മുസീബത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്, ചെറിയ മുസീബത്തിൽ മാത്രമേ കുടുങ്ങിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. अज़ाबुल अदना दूनल अज़ाबिल अकबर। छोटा अज़ाब है ये, दुनिया की मुसीबतें, दुनिया की तकलीफें, दुनिया की परेशानियां, ये छोटी परेशानियां हैं जिसको अल्लाह अज़ाबुल अकबर कहे। बड़ी मुसीबत, बड़ी परेशानी, वो कैसी बड़ी परेशानी होगी? സമയത്ത് ദുനിയാവിൽ കാണുന്ന നമ്മുടെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, അത് അല്ലാഹു പറയുന്നത് അത് ചെറുതാണ്, അത് ചെറുതാണ്. പക്ഷെ നാളെ ആഖിറത്തിൽ വരാനിരിക്കുന്ന പരീക്ഷണങ്ങൾ അത് എത്ര വലുതാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് അതിൽ പോയി നമ്മൾ കുടുങ്ങും. सो दोस्तों और बुजुर्गों, दुनिया वालों की राहतों को देखकर दीन के बारे में शक में नहीं आना। അതുകൊണ്ട് സഹോദരരെ, ദുനിയാവിന്റെ ആൾക്കാരുടെ പടപടപ്പില്, അവരുടെ കംഫർട്ടില്, അവരുടെ റാഹത്ത് കണ്ടിട്ട് നമ്മൾ ഒരിക്കലും ദീനില് നമുക്ക് സംശയം വരാൻ പാടില്ല. अल्लाहुम्मा इन्नी औज़ु बिका मिनश शक्की फिल हक़्क़ि बादल यक़ीन। अल्लाह के नबी की दुआओं में दुआ है, अल्लाहुम्मा इन्नी औज़ु बिका मिनश शक्की फिल हक़्क़ि बादल यक़ीन। ऐ अल्लाह, तेरे ऊपर यकीन लाने के बाद मेरे अंदर शक आ जाए, इस शक से मैं हिफाजत मांगता हूं। അതുകൊണ്ട് സഹോദരരെ, ദുആണ് സുന്നത്തായ ദുആണ്. അല്ലാഹുവേ, നിന്നിൽ യഖീൻ വന്നതിന് ശേഷം പിന്നീട് സംശയം വന്നു പോകുന്ന തരത്തിലുള്ള ഈമാനിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. नहीं, दीन पर चलेंगे कामयाब होंगे। നമ്മൾ എന്താണ് വിശ്വസിക്കേണ്ടത്? ദീനനുസരിച്ച് ജീവിച്ചാൽ വിജയിക്കുക തന്നെ ചെയ്യും. और बेदीनी पर चलेंगे नाकाम होंगे। ദീനില്ലായ്മയിലൂടെ ചലിച്ചാൽ തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. हमारे हजरत मौलाना उमर साहब पालनपुरी रहमतुल्लाह मोटी मोटी मिसाल देकर इस बात को समझाते हैं। നമ്മുടെ മൗലാന ഉമർ പാലപ്പുരി റഹ്മത്തുള്ളാഹി അദ്ദേഹം നല്ല നല്ല ഉദാഹരണങ്ങൾ പറഞ്ഞ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമായിരുന്നു. मिसाल देते थे, रोटी देते हैं तोते को और रोटी देते हैं चूहे को। तोते को देते हैं खुश होकर पालने के लिए और चूहे को देते हैं नाराज होकर पकड़ने के लिए। സഹോദരരെ, അദ്ദേഹം പറയുമായിരുന്നു, ഒരു റൊട്ടി കഷ്ണം അത് നമ്മൾ തത്തക്ക് കൊടുക്കും സ്നേഹം കൊണ്ട്, അതേ റൊട്ടി കഷ്ണം നമ്മൾ എലിക്ക് കൊടുക്കും അതിനോടുള്ള വെറുപ്പ് കൊണ്ട്. റൊട്ടി കഷ്ണം തത്തക്ക് കൊടുക്കുന്നത് അതിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണെങ്കിൽ ആ റൊട്ടി കഷ്ണം എലിക്ക് കൊടുക്കുന്നത് അതിനോടുള്ള ദേഷ്യം കാരണമായി അതിനെ പിടിക്കാൻ വേണ്ടി, നശിപ്പിക്കാൻ വേണ്ടി. आपके पास भी चूहे पकड़ते हैं क्या? केरला में
കഷ്ണം കൊണ്ടുവരും. हाई आइटम उसको देते हैं और तोते को थोड़ा लो आइटम देते हैं. അതിന് എനിക്ക് നല്ല ഐറ്റം, തത്തക്ക് അത്ര നല്ല ഐറ്റം കൊടുക്കാറില്ല, ചെറിയ ഐറ്റം देते तो दोनों को है, കൊടുക്കുന്നുണ്ട്. രണ്ടാക്കും, തത്തക്കും കൊടുക്കുന്നുണ്ട്, എനിക്കും കൊടുക്കുന്നുണ്ട്. दोस्त को भी देते हैं, दुश्मन को भी देते हैं, കൂട്ടുകാരനും കൊടുക്കുന്നുണ്ട്, ശത്രുവിനും കൊടുക്കുന്നുണ്ട്. फरमाबरदार को भी देते हैं, नाफरमान को भी देते हैं, അനുസരിക്കുന്നവനും കൊടുക്കുന്നുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നവനും കൊടുക്കുന്നുണ്ട്. सच बोलने वाले को भी देते हैं, झूठ बोलने वाले को भी अल्लाह ही देते हैं. സത്യം പറയുന്നവനും കൊടുക്കുന്നുണ്ട്, കളവ് പറയുന്നവനും കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നത് രണ്ടും അല്ലാഹു തന്നെ. ईमान वाले को जो मिलता है उसमें अल्लाह की रहमत छुपी हुई होती है और नाफरमान को जो मिलता है उसमें अल्लाह का अजाब छुपा हुआ होता है. ഈമാനുള്ള ആൾക്കാർക്ക് കിട്ടുന്നതിൽ അള്ളാഹുവിന്റെ കരുണ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കരുണയുടെ കൊതിയുണ്ട് അതിന്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് കിട്ടുന്നതിൽ അള്ളാഹുവിന്റെ അദാബ് ഒളിഞ്ഞിരിക്കുന്നു. नेमत में भी अजाब है. അവർക്ക് കിട്ടുന്ന നേമത്തിൽ പോലും അതൊരു ശിക്ഷയാണ്, അദാബാണ്. फिर मौलाना कहते थे चूहा बाहर निकलता है, देखता है आज गोश्त की खुशबू आ रही है और बोन है. हमारे यहाँ तो उस पिंजरे को, चूहे को पकड़ने वाले पिंजरे को कहते हैं बोन. बोन वो देखकर कहता है अरे आज तो खोटी भी है खोटी भी है. क्या कहता है? आज तो खोटी भी है खोटी भी है, यूं कहता है चूहा. അപ്പൊ ഒരു എലി അതിന്റെ മാളത്തൊക്കെ വന്ന് പുറത്തു നോക്കുമ്പോൾ അത് കാണുന്നത് എന്താണ്? ഓ, നല്ല ഇറച്ചി കഷ്ണം, മാത്രമല്ല മണിയറ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ താമസിക്കാനുള്ള സ്ഥലം, ഫുഡും ഉണ്ട്, അക്കോമഡേഷനും ഉണ്ട്. बिल्डिंग देख के खुश होता है. അത് കണ്ടിട്ട് എനിക്ക് വലിയ സന്തോഷമാവും. मौलाना कहते थे वो सीधे अंदर नहीं जाता, वो थोड़ा ऊपर चढ़ता है पहले. അപ്പൊ മൗലാന പറയുമ്പോൾ നേരെ അതിന്റെ കൂട്ടിലേക്ക് കയറില്ല, കുറച്ച് മേലേക്ക് ഒന്ന് കയറും. कभी इधर जाके देखता है, कभी उधर जाके देखता है. बिल्डिंग में आने के बाद सेल्फी लेते हैं. हम लोग सब चूहे का काम करते हैं. അപ്പൊ നമ്മൾ സാധാരണ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അടുത്തൊന്നും ഇങ്ങനെ സെൽഫി ഒക്കെ എടുക്കൂലേ, മുമ്പിൽ ബാക്കിലൊക്കെ നിന്ന്. അതുപോലെ തന്നെ ബാക്കിൽ നിന്നൊന്ന് വീട് നോക്കും, മുമ്പിൽ നിന്ന് വീട് നോക്കും, ഓട് കയറിയിട്ട് വീട് നോക്കും. चूहा फिर अंदर जाता है, എന്നിട്ട് അതിന്റെ അടിയിൽ കയറും. और जा करके फौरन नहीं खाता, उसको देखता है. ഉടനെ തന്നെ ചാടി കടിക്കൊന്നുമില്ല, കുറച്ചു നോക്കി കിട്ടിയ വശം देख देख के खुश होता है. കണ്ട് കണ്ട് ആനന്ദിക്കും. कुरान में अल्लाह कहते हैं वजमा मालन वअद्ददा, वजमा मालन वअद्ददा. ये जो बुरे लोग हैं ना, ये माल जमा भी करते हैं और गिनते भी हैं. उनको गिनने में भी मजा आता है. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട് ജമഅ മാലൻ വഅദ്ദദ. അതായത് ഈ ആൾക്കാരുണ്ടല്ലോ, അവര് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുക മാത്രമല്ല ചെയ്യുക, ഇടയ്ക്കിടയ്ക്കകത്ത് എണ്ണി നോക്കിയിട്ട് ഇങ്ങനെ സന്തോഷിക്കും. अभी गया अभी नंबर देख के खुश होता है. ഇപ്പൊ നമ്പർ നോക്കിയിട്ടാണ് സന്തോഷിക്കുന്നത്. रियल मनी तो पहले जमाने में था, रियल मनी, सोना चांदी का सिक्का. ഇപ്പൊ എന്താണ്, ഇപ്പൊ ശരിക്കും സമ്പത്തില്ല. പണ്ടത്തെ കാലത്തായിരുന്നു യഥാർത്ഥ സമ്പത്ത് ഉണ്ടായിരുന്നത്. സ്വർണത്തിന്റെ വെള്ളിയുടെ നാണയങ്ങൾ, दिरहम और दीनार, ദിർഹമും ദീനാറുകളും, वो सोने चांदी के सिक्के होते थे. അത് സ്വർണത്തിന്റെ വെള്ളിയുടെ നാണയങ്ങളായിരുന്നു. वो निकाल के पेपर दे दिया हाथ में, पेपर देख के खुश होता था. ഇപ്പൊ അത് അവരെടുത്ത് വെച്ചിട്ട് കടലാസ് തന്നിരിക്കുകയാണ്. കടലാസ് കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുകയാണ്. अब वो पेपर भी ले लिया, नंबर दे दिया. ഇപ്പൊ ആ പേപ്പർ പോയി വെർച്വലായി മാറി. അക്കൗണ്ടിൽ नंबर देख देख के खुश होता है. അതിങ്ങനെ എണ്ണെങ്ങനെ കാണുകയാണ്. जमा मालन वअद्ददा, ജമഅ മാലൻ വഅദ്ദദ. गिनता भी है, जमाता भी है और खुश होता है. നമ്മൾ എണ്ണും ചെയ്യും, കൂട്ടുകയും ചെയ്യും, സന്തോഷിക്കുകയും ചെയ്യും. कमाना, जमाना, दिखाना, ये जिंदगियों का मकसद हो गया है. इंसान സമ്പാദിക്കുക, അത് कमाना, जमाना, അത് ഒരുമിച്ച് കൂട്ടുക, അത് ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക, ഇതാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. हम लोग एक मुलाकात में गए तो एक साथी को मैंने कहा देखो जिंदगियों के मकसद बदल गए हैं, कमाना, जमाना, दिखाना, ये जिंदगी का मकसद अगर नहीं, कमाना भी आसान है, जमाना भी आसान है, छुपाना बहुत मुश्किल है. उसने कहा छुपा के रखो लोगों से. ഞാൻ അതിന്റെ കൂട്ടുകാരോട് പറഞ്ഞു, ജനങ്ങളുടെ മക്സദ്, ജീവിതത്തിന്റെ മക്സദ് മാറിയിരിക്കുകയാണ്. ജനങ്ങൾ സമ്പാദിക്കുന്നു, ജനങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു, ജനങ്ങൾ അത് പ്രദർശിപ്പിക്കുന്നു. ഇതായിപ്പോയി ജനങ്ങളുടെ മക്സദ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല, സമ്പാദിക്കുന്നത് എളുപ്പമാണ്, ഒരുമിച്ച് കൂട്ടുന്നത് എളുപ്പമാണ്, അത് ഒളിപ്പിച്ച് വെക്കലാണ് ഇപ്പം ബുദ്ധിമുട്ട്, പ്രയാസമുള്ള കാര്യം. പുറത്ത് കാണിക്കൽ വലിയ എളുപ്പമാണ്. जितना माल ज्यादा होगा उतने दुश्मन ज्यादा. എത്ര സമ്പത്ത് കൂടുതൽ ഉണ്ടാകുമോ, എത്ര കൂടുതൽ കാണിക്കുന്നോ അത്രയും ശത്രുക്കൾ കൂടുതലാണ്. मांगने वाले ज्यादा हो जाएंगे, നിങ്ങളോട് വന്ന് ചോദിക്കുന്ന ആൾക്കാർ രണ്ടും കൂടും. नहीं देने पर गालियां देने वाले ज्यादा हो जाएंगे. നിങ്ങളോട് വന്ന് അവർ എനക്കും കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ
सब है ना, असरजन सब, वो कहते हैं अभी माल नहीं आया, वहां है, आने की न्यूज आई है, यहाँ झगड़ा शुरू हो जाता है। അതെ, നമ്മുടെ അമീർ സാഹിബ് അജ്മൽ ജാൻ സാഹിബ് അതേപോലെ സമ്പത്ത് കൊണ്ട് എത്തിയിട്ടില്ല, കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ആ കിട്ടാൻ പോകുന്നതിന്റെ മുമ്പ് തന്നെ ഇവിടെ നമ്മളാക്കി തോന്നും. माल आ रहा है, ये न्यूज आया, मियाँ बीवी में झगड़ा शुरू हो गया। बीवी कहते पैसे आ रहे हैं ना, मेरे भाई को तो बहुत दिनों से बिजनेस में लॉस है, ये कहता मैं नहीं दूंगा, झगड़ा शुरू हो गया। अभी माल नहीं आया, പൈസ വരാൻ പോകുന്നുള്ളൂ, വന്നിട്ടൊന്നുമില്ല, എന്റെ വാർത്ത കൂടെ എത്തിയിട്ടുള്ളൂ. അപ്പൊ ഭാര്യ ഭർത്താവും തമ്മിൽ അടിപൊളി. ഭാര്യ പറയുന്ന പൈസ കിട്ടി കഴിഞ്ഞാൽ എന്റെ ആളുകൾക്ക് കൊടുക്കണം, അവരുടെ കച്ചവടത്തിൽ കുറച്ച് നഷ്ടം വന്നതാണ്, വളരെ കൊടുക്കൂലെന്ന് പറയും. വരാൻ പോകുന്ന സമ്പത്തിന്റെ വാർത്തയുടെ പേരിൽ ഭാര്യ ഭർത്താവും തമ്മിൽ അടിപൊളി. कितना है, വലിയ ഫിത്തനയാണ് സഹോദരന്മാരെ, കുഴപ്പങ്ങളാണ്. उसके पीछे पड़कर कोई कामयाब नहीं हो सकता। ആരെങ്കിലും അതിന്റെ പിന്നാലെ ഓടി നടന്ന് ഒരിക്കലും വിജയിക്കുക സാധ്യമല്ല. तो मौलाना कहते थे, और फिर बड़ी बड़ी मुश्किल से मजे ले लेकर थोड़ा मुंह लगाता है तो धड़ाम से दरवाजा गिरता है। അതിന്റെ അടുക്കൽ പോയി ഒന്ന് നോക്കി ചെറുതായിട്ട് മൂക്കൊന്ന് അതിന്റെ മുകളിൽ തട്ടിക്കുമ്പോഴേക്കും വാതിൽ अब खाता नहीं है। അതിന്റെ ഉള്ളിൽ കുടുങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എലിയും പിന്നെ ആ ഇറച്ചി കഷ്ണം തിന്നാതില്ല. सुबह को आप देखो वो पूरा खाया हुआ नहीं रहता, छोटा सा पीस खा के रहता है, बाकी सब बच्चा का बच्चा रहता है। സ്വപ്നയ്ക്ക് രാവിലെ എണീറ്റ് നിങ്ങൾ നോക്കി ആ ഒരു എലിയും ആ ഇറച്ചി കഷ്ണം മുഴുവൻ തിന്നിട്ടുണ്ടാവില്ല. അതിലൊരു ചെറിയ കഷ്ണം ആദ്യത്തെ കഴി അതന്നെ, പിന്നെ ഇറച്ചി കഷ്ണം മുമ്പിലുണ്ട്, അത് തിന്നൂല, അത് ബേജാറ് തുടങ്ങി. परेशान, अब परेशानी शुरू हो गई, अब मजा खत्म हो गया। അതിന്റെ രസം, അതിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു, പരിഭ്രാന്തി, വേവലാതി. चीजें हैं लेकिन परेशान है, വസ്തുക്കളുണ്ട് പക്ഷെ പരിഭ്രാന്തി, വേവലാതി. खाने के लिए सामान है लेकिन परेशान है, उस खाने में उसको मजा नहीं आ रहा है। ഭക്ഷണമുണ്ട്, ഭക്ഷണം തന്റെ മുന്നിലുണ്ട്, പക്ഷെ അതിന്റെ രസം കിട്ടുന്നില്ല, വേവലാതി, പരിഭ്രാന്തി. परेशान होकर इधर से उधर, उधर से इधर भागता रहता है। വേവലാതിയോടുകൂടി വാതിലിന് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓടിക്കൊണ്ടിരിക്കും. ईमान जितना दिल में होगा, दिल में उतना अमन और सुकून होगा। ഈമാൻ എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമോ അത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും റാഹത്തും ഉണ്ടാകും. राहत की जिंदगी होगी। അള്ളാഹു നമ്മുടെ ജീവിതത്തിനെ എളുപ്പമാക്കും, റാഹത്തിലാക്കും. फिर आगे मौलाना कहते थे, तोते का भी पिंजरा है, चूहे का भी पिंजरा है। എന്നിട്ട് പോലെ പറയുമായിരുന്നു, തത്തക്കുമുണ്ട് ഒരു കൂട്, എലിക്കുമുണ്ട് ഒരു കൂട്, दोनों को पिंजरा है। രണ്ടിനും കൂടുണ്ട്. तोते का पिंजरा हिफाजत का सामान है और चूहे का पिंजरा हलाकत का सामान है। എന്നിട്ട് പോലെ പറയുമായിരുന്നു, ഈ തത്തയുടെ കൂട് അത് വിവാദത്തിന് വേണ്ടി, അതിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൂട്, എലിയുടെ കൂട് അതിന്റെ നശീകരണത്തിന് വേണ്ടി, അതിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കൂട്. तोते को जो पिंजरा देते हैं ना, वो इस खौफ से नहीं कि वो भाग जाएगा, उसको बिल्ली के पंजे से बचाने के लिए पिंजरे में रखते हैं। ഈ തത്തയെ കൂട്ടിലാക്കുന്നത് ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഏതെങ്കിലും പൂച്ച, ഏതെങ്കിലും ജീവികൾ വന്ന് അതിനെ പിടിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ്. पालतू तोता अपने मालिक को छोड़ के कहीं नहीं जाता। ഞാൻ പറഞ്ഞത് അതേ പിടിച്ചു. അതായത് നമ്മൾ സാധാരണ വളർത്തുന്ന തത്തണ്ടല്ലോ, അത് തുറന്നു വിട്ടാലും അത് ഒരിക്കലും അതിന്റെ ഉടമസ്ഥനെ വിട്ട് പോവുകയില്ല, അതിന് വേണ്ടിയിട്ടെല്ലാം കൂടി. फिर भी उसको पिंजरे में रखते हैं। എന്നിട്ടും അതിനൊരു കൂടിട്ട് വെച്ചു. क्यों रखते हैं? എന്തിനു വേണ്ടിയിട്ടാണ് കൂടി വെക്കുന്നത്? बिल्ली से बचाने के लिए रखते हैं। പൂച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. तो पिंजरा तो दोनों को है, കൂട് രണ്ടിലുമുണ്ട്. दोनों का सबब एक है, लेकिन एक का नतीजा हिफाजत है और दूसरे का नतीजा हलाकत है। രണ്ടിനും ഒരേ സമമാണ്, ഒന്ന് വിവാദത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടി, ഒന്ന് നശീകരണത്തിന് വേണ്ടി. तो मेरे दोस्त लोगों, असबाब में अल्लाह नफा डाल दे तो नफा है, और असबाब में अल्लाह नुकसान डाल दे तो नुकसान है। വസ്തുക്കളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുണമിട്ടിട്ടുണ്ടെങ്കിൽ അത് ഗുണമുള്ളതാണ്. വസ്തുക്കളിൽ പ്രയോജനമില്ല, അത് മോശമാണ് അല്ലാഹു ഇട്ടതെങ്കിൽ അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധിമുട്ടുണ്ടാവും. अल्लाह के नामों में से एक नाम है नाफे, और अल्लाह के नामों में से एक नाम है ज़ार। नाफे कहते हैं नफा देने वाला, ज़ार कहते हैं नुकसान डालने वाला। അള്ളാഹുവിന്റെ പേരിൽ നിന്നുള്ള ഒരു പേരാണ് നാഫി, അള്ളാഹുവിന്റെ പേരിൽ നിന്നുള്ള ഒരു പേരാണ് വാർ. നാഫി എന്ന് പറഞ്ഞാൽ അത് പ്രയോജനം ഉണ്ടാക്കുന്നവൻ, വാർ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വസ്തുക്കളിൽ നിന്നും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിവുള്ളവൻ. नुकसान की शक्लों में नफा डाल दे, ബുദ്ധിമുട്ടിന്റെ അവസ്ഥകളിൽ നിന്നും മനുഷ്യന് പ്രയോജനം ഉണ്ടാക്കാൻ, അവൻ ഗുണം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. और नफे की शक्लों में नुकसान डाल दे, ये अल्लाह की सिफत है। പ്രയോജനമുണ്ടെന്ന് തോന്നുന്ന വസ്തുക്കളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിവുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു. हमारी दावत असबाब के इनकार की नहीं है, असबाब के यकीन के इनकार की है। നമ്മളുടെ ദാവത്ത് അസ്ബാബിനെ, വസ്തുക്കളെ
ഇല്ല എന്ന് പറയല്ല. വസ്തുക്കളിൽ നിന്നുള്ള പ്രയോജനം അല്ലെങ്കിൽ വസ്തുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടിനെ അത് അള്ളാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുകയില്ല. हम ये नहीं कहते कि दुकान से कुछ नहीं होता. നമ്മൾ ഒരിക്കലും പറയില്ല കച്ചവടം കൊണ്ടൊന്നും നടക്കൂല. हमारी दावत ये है कि दुकान से वो नहीं होता जो दुकान वाला चाहता है, दुकान से वो होता है जो अल्लाह चाहते हैं. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരു കട അതിൽ നിന്നും എന്താണ് ഉണ്ടാകേണ്ടത് എന്ന് കച്ചവടക്കാരൻ ചിന്തിക്കുന്നത് പോലെയല്ല ഉണ്ടാവുന്നത്. അള്ളാഹു ആ കച്ചവടക്കാരൻ എന്താണോ ആ കടയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് അവിടെ സംഭവിക്കുന്നത് എന്നതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. हमारी दावत ये नहीं है कि दवा से कुछ नहीं होता. നമ്മൾ ഒരിക്കലും പറയില്ല മരുന്ന് കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയില്ല. हमारी दावत ये है कि दवा से वो नहीं होता जो पेशेंट या डॉक्टर चाहता है, दवा से वो होता है जो अल्लाह चाहते हैं. നമ്മളുടെ ദാവത്ത് എന്താണ്? നമ്മുടെ വാദം എന്താണ്? ഒരു മരുന്നിൽ നിന്നും ഒരു രോഗി എന്നാണ് ആഗ്രഹിക്കുന്നത്, ഡോക്ടർ എന്നാണ് ആഗ്രഹിക്കുന്നത്, അതുണ്ടാവണമെന്നില്ല. ആ മരുന്നിൽ നിന്നും അള്ളാഹു എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് ഉണ്ടാവുക. क्योंकि दरमियान में एक बात चल पड़ी कि दवा से कुछ नहीं होता, दुकान से कुछ नहीं होता, नौकरी से कुछ नहीं होता. हमारे बहुत सारे साथियों ने नौकरियां छोड़ दी, दवा खाना छोड़ दिया. कि असबाब को छोड़ने की दावत नहीं है, यकीन को बदलने की दावत है. സോമനെ ഇടയ്ക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കുറച്ച് ആൾക്കാര് കടകൾ ഒഴിവാക്കി, അല്ലെങ്കിൽ മരുന്ന് ഒഴിവാക്കി, അല്ലെങ്കിൽ അസ്ബാബുകൾ ഒഴിവാക്കി, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇതിൽ നിന്ന് എന്താണോ പുറപ്പെടേണ്ടത് അത് ഉദ്ദേശിക്കുന്നത് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഉണ്ടാവുള്ളൂ എന്ന യഖീനിന്റെ മാറ്റമാണ് ഇവിടെ ദാവത്ത് ചെയ്യുന്നത്. दुकान में जाएंगे, ग्राहक को अटेंड करेंगे, लेकिन यकीन ये होगा कि मैं दुकान से नहीं बनता, मैं नमाज से बनता हूँ. നമ്മൾ കടയിൽ പോകും, നമ്മുടെ കസ്റ്റമറെ നമ്മൾ അറ്റൻഡ് ചെയ്യും. പക്ഷെ എന്റെ കച്ചവടം കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. എന്റെ അമലുകളെ കൊണ്ടും എന്റെ പ്രാർത്ഥന കൊണ്ടും അള്ളാഹുവിന്റെ ഭാഗത്തുള്ള തീരുമാനം കൊണ്ടുമാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് നമ്മുടെ യഖീൻ ഉണ്ടാകേണ്ടത്. और इसी यकीन के बनाने की मेहनत है. ഈ യഖീൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പൈസ अमल की कोताही को किसी न किसी दर्जे में अल्लाह माफ कर देंगे, लेकिन यकीन की कोताही को माफ नहीं करेंगे. അമലിൽ വരുന്ന വീഴ്ചകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി തരാൻ അള്ളാഹു മാഫാക്കി തരും. പക്ഷെ വിശ്വാസത്തിലുള്ള പോരായ്മ അള്ളാഹു മാഫാക്കില്ല. यकीन में मिलावट को शिर्क कहते हैं और यकीन में कमजोरी को शक कहते हैं. इन दोनों चीजों से अल्लाह के नबी अलैहिस्सलातु वस्सलाम ने पनाह मांगी. अल्लाहुम्मा इन्नी अऊज़ु बिका मिनश शक्की वश्शिर्क. शक से भी पनाह मांगा और शिर्क से भी पनाह मांगा. यकीन में कमजोरी को शक कहते हैं, यकीन में मिलावट को शिर्क कहते हैं. സോമനെ യഖീനിൽ സംശയം ഉണ്ടാവുക, അതിനാണ് ശക്ക് എന്ന് പറയുന്നത്. സംശയം യഖീനിൽ കലർപ്പുണ്ടാവുക, അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ എന്നെ സംശയത്തിൽ നിന്നും ശക്കിൽ നിന്നും ശിർക്കിൽ നിന്നും കലർപ്പിൽ നിന്നും നീ എന്നെ കാക്കണമെന്ന് ദുആ ചെയ്തു. सारे सहाबा यकीन वाले और सारे मुनाफिकीन शक वाले. മുഴുവൻ സഹാബാക്കളും യഖീനുള്ളവർ, മുഴുവൻ മുനാഫിക്കീങ്ങളിൽ സംശയമുള്ളവർ. यकीन एक्सेलरेटर की तरह है और शक ब्रेक की तरह है. യഖീന് ആക്സിലറേറ്ററിന്റെ മാതിരിയാണ്. ആക്സിലറേറ്റർ പോലെ ശക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രേക്ക് പോലെയാണ്. ബ്രേക്ക് പോലെ एक्सेलरेटर दबाओ तो टेक में भी गाड़ी चढ़ जाती है और ब्रेक दबाओ तो डाउन में भी गाड़ी नहीं उतरती. ആക്സിലറേറ്റർ നമ്മൾ ചവിട്ടി കഴിഞ്ഞാൽ കയറ്റത്തിൽ പോലും വാഹനം മുന്നോട്ടേക്ക് കുതിക്കും. ബ്രേക്കിൽ ചവിട്ടി കഴിഞ്ഞാൽ ഇറക്കത്തിൽ പോലും വാഹനം ഒരിക്കലും മുന്നോട്ട് പോകില്ല. शक वाला तो माहौल में भी दीन पर नहीं चल सकेगा. ശക്കുള്ള ആള്, സംശയമുള്ള ആള് നല്ല ഈമാനിയായ മാഹോലിൽ പോലും അമലുകൾ ചെയ്യാൻ സാധിക്കില്ല. और यकीन वाला मुश्किल माहौल में भी दीन पर चलेगा. അതോ ഒരു മനുഷ്യന് യഖീൻ ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എത്ര മോശമായി കഴിഞ്ഞാൽ മാഹോല മോശമാണെങ്കിൽ അവന് ദീനനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. हिजरत का मौका था. हिजरत का मौका था. ഹിജ്റത്തിന്റെ സന്ദർഭം. हुजूर अकरम सल्लल्लाहु अलैहि वसल्लम नमाज पढ़ रहे थे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുകയായിരുന്നു. अल्लाह का हुक्म आया कि अभी फौरन इसी हालत में आधी रात में मक्का छोड़कर मदीने का सफर इख्तियार करो. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ കൽപ്പന വന്നു, ഈ സന്ദർഭത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് യാത്ര ചെയ്യണം. हुजूर सल्लल्लाहु अलैहि वसल्लम ने की होल से झांक के देखा तो चारों तरफ दुश्मन खड़े हैं. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിലിന്റെ ഇടയിലൂടെ നോക്കിയപ്പോൾ നാല് ഭാഗത്തും ശത്രുക്കൾ വളഞ്ഞിരിക്കുകയാണ്. तलवार है हाथ में. അവരുടെ എല്ലാം കയ്യിൽ ഉയർത്തിപ്പിടിച്ച വാളുകളുണ്ട്. निकलेंगे वो खत्म करेंगे. അഥവാ പുറത്തിറങ്ങി കഴിഞ്ഞാൽ വെട്ടിക്കളയും.
बातिल चाहे जितनी भी कोशिश कर ले, दीन इंशाअल्लाह खत्म नहीं होगा। ബാത്തിൽ എത്ര തന്നെ പരിശ്രമിച്ചാലും ശരി ദീനിനെ ഒരിക്കലും നശിപ്പിക്കാൻ സാധിക്കില്ല. വല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വ ദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലി, अल्लाह ने इस दीन और हिदायत को भेजा ही इसलिए कि वो दूसरे दीनों पर जाहिर और गालिब हो जाए। അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെയും നബിയെയും സന്ദേശത്തെയും അയച്ചത് തന്നെ എല്ലാവരുടെയും ഹൃദയത്തിൽ വെളിവായി മൊത്തം ജനങ്ങൾക്ക് ഇത് വെളിവാകുന്നതിന് വേണ്ടി മാത്രമാണ്. कुफार मक्का ने सोचा था कि हुजूर सल्लल्लाहु अलैहि वसल्लम को खत्म कर देंगे तो दिन खत्म हो जाएगा। കുഫാറുകൾ കരുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തീർത്താൽ അതോടുകൂടി ദീൻ ഇല്ലാണ്ടാവും. अल्लाह के नबी अलैहिस्सलाम ने अब सोचा बाहर जाएंगे तो मरेंगे, नहीं जाएंगे तो अल्लाह का हुक्म टूटेगा। क्या करना चाहिए? ഇപ്പൊ പുറത്തിറങ്ങി കഴിഞ്ഞാല് വധിക്കപ്പെടും, അഥവാ പോയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിരിക്കും. എന്ത് ചെയ്യണം? अल्लाह का हुक्म हिफाजत के लिए आता है, हलाकत के लिए नहीं आता। അള്ളാഹുവിന്റെ കൽപ്പനകള് ഹിഫാദത്തിന് വേണ്ടി, സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, ഒരിക്കലും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ളതല്ല. तो अल्लाह के नबी अलैहिस्सलाम ने हजरत अली रज़ी अल्लाह अन्हु को जगाया। നബി സല്ലല്ലാഹു अലैहि वसल्लम തങ്ങൾ ഹദരത്ത് അലി റളിയല്ലാഹു അൻഹുവിനെ എഴുതിച്ചു. कहा देखो ये सब सामान जितना है ये सब मक्के वालों की अमानतें हैं, मैं हिजरत करके मदीने को जा रहा हूँ, ये सारा माल तुम इन लोगों तक पहुंचाकर तुम भी मेरे पास मदीने में आ जाओ। हो गया, अब खत्म कर लेंगे। സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഈ കാണുന്ന ഈ വസ്തുക്കളെല്ലാം മക്കയിലുള്ള ഈ ശത്രുക്കൾ അടങ്ങുന്ന ആൾക്കാർ എന്റെ അടുക്കൽ അമാനത്തായി ഏൽപ്പിച്ച വസ്തുക്കളാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ ഇന്ന ആൾക്ക് അത് കൊണ്ട് തിരിച്ചേൽപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഈ പണി ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ മദീനയിൽ വന്ന് എന്റെ അടുക്കൽ വന്ന് ചേരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. अल्लाह के नबी यासीन पढ़ते हुए दुश्मनों के बीच में से गुजर गए और दुश्मनों को पता भी नहीं चला। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാസീൻ ഓതിക്കൊണ്ട് ഈ ശത്രുക്കളുടെ മധ്യത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നുപോയി ശത്രുക്കൾ അറിഞ്ഞതുപോലുമില്ല. हज़रत अली आराम से हुजूर के बिस्तर पर सो गए। അലി റളിയല്ലാഹു അൻഹു ആണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരിപ്പിൽ പോയി കിടന്നുറങ്ങി. जब बहुत देर तक बाहर नहीं आए तो दुश्मनों ने दरवाजा खोल के घर के अंदर दाखिल हुए और हुजूर सल्लल्लाहु अलैहि वसल्लम की बिस्तर से पर्दा कपड़ा हटा के देखा तो हज़रत अली सोए। കാണുന്നില്ല. അവരെന്ത് ചെയ്തു? വീട്ടിലേക്ക് വന്ന് വാതിൽ തുറന്ന് നബിയാണെന്ന് കരുതി കിടക്കുന്ന സ്ഥലത്ത് വിരിപ്പ് തുറന്നു നോക്കിയപ്പോൾ കണ്ടതാരാണ്? ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു. वो कहाँ गए? वो तो गए। എവിടെ പോയി ആള്? പോയി. अब उनके पीछे भागे। अब दुश्मन उनके पीछे भागे, हुजूर के पीछे। ശത്രുക്കൾ ഉടനെ പോയ സ്ഥലം ലാക്കാക്കി അങ്ങോട്ട് പോയി. खैर लंबा किस्सा है, वक्त कम है। हज़रत अली रज़ी अल्लाह अन्हु सबका सामान दे करके हुजूर के पहुंचने के 3 दिन बाद वो भी मदीना पहुंच गए। तो लोगों ने उनसे पूछा, तुम हुजूर के बिस्तर पर सो गए थे ना, तुम्हें डर नहीं लगा कि लोग तुमको हुजूर समझ के कत्ल कर देंगे? डर नहीं लगा? സോമനത് വലിയ കഥയാണ്, പറയാൻ സമയമില്ലെങ്കിലും അദ്ദേഹത്തിന് ഏൽപ്പിച്ച എല്ലാ അപമാനങ്ങളെല്ലാം പൂർത്തിയാക്കി 3 ദിവസം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നബിതങ്ങൾ മദീനയിലെത്തി. 3-ാമത്തെ ദിവസം ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു മദീനയിൽ. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു സംഭവം മനസ്സിലാക്കിയപ്പോൾ അവരോട് ചോദിച്ചു, നിനക്ക് പേടി തോന്നിയില്ലേ, നിനക്ക് പരിഭ്രാന്തി തോന്നിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനത്ത് നബിതങ്ങളുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ അവർ നിന്നെ നശിപ്പിച്ച് കളിക്കുമെന്നുള്ള പേടി നിനക്ക് വന്നില്ലേ? कत्ल कर देंगे ना हुजूर समझ कर। നിന്നെ നബിയാണെന്ന് കരുതി നിന്നെ കൊല്ലുമായിരുന്നില്ലേ? लगा नहीं, मजे की नींद सोया, इसलिए कि मुझे यकीन था कि अल्लाह के नबी ने कहा मदीने में आके मिल लेना। मदीना जाने से पहले तो मैं मरने वाला नहीं था। ये क्या यकीन? ഹദരത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി വളരെ സമാധാനത്തോടു കൂടി ഒരുങ്ങി. കാരണം നബിതങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ മദീനയിൽ വന്നിട്ട് എന്റെ അടുത്തേക്ക് വന്നു ചേർന്ന്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞാൻ എന്തായാലും മദീനയിലെത്തും. എന്നെ ഒരിക്കലും ഞാൻ വധിക്കപ്പെടുകയില്ല, എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് പരിപൂർണമായ ഉറപ്പോടുകൂടി ഞാൻ വളരെ സമാധാനത്തോടു കൂടി കടന്നു. ഇതാണ് സഹോദരന്മാരെ യഖീൻ എന്ന് പറയുന്നത്, ദൃഢമായ വിശ്വാസം. नजर का इनकार करना, नबी की खबर का इकरार करना। നമ്മുടെ കാഴ്ചകളെ നമ്മൾ നിരാകരിക്കൽ, നബിയുടെ വാർത്തകളിൽ വിശ്വസിക്കൽ. बोलो भाई, ऐसा ईमान बनाना है कि नहीं बनाना है? നമ്മൾ പറയും നിന്റെ ഈമാൻ ഉണ്ടാക്കണോ വേണ്ടേ? ऐसे ईमान पर उम्मत को खड़ा करना है कि नहीं खड़ा करना है? നിന്റെ ഈമാൻ മുഴുവൻ ഉമ്മത്തിൽ ഉണ്ടാക്കണമോ വേണ്ടയോ? പറയും. फिर जब उम्मत इस ईमान को लेकर खड़ी हो जाएगी तो फिर अल्लाह की मदद इस उम्मत के साथ आ जाएगी। അഥവാ ഈ ഉമ്മത്ത്
നമ്മൾ ഈ ഉമ്മത്ത് ഈമാനുമായി എണീറ്റ് നിന്നാൽ ഈ ഉമ്മത്തിൽ ഈ ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തുള്ള സഹായം ആകാശത്ത് നിന്നും ഇറങ്ങുന്നതിന് കാരണമായിരിക്കും. तो इसके लिए अल्लाह के रास्ते में निकलना, ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ 4 महीने के लिए निकलना, 4 മാസം അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടാൻ, ईमान की दावत देना, ईमान की हकीकत को अल्लाह से मांगना। भाई हिम्मत करके बताएं, इंशाअल्लाह ऐसे ईमान बनाना है, उम्मत को ऐसे ईमान पर खड़ाना है। उसके लिए 4 महीने के लिए कौन तैयार है? जल्दी खड़े हो जाए, बिस्मिल्लाह जरा खड़े हो जाए। 4 महीने वाले खड़े हो जाए, अभी नाम नहीं लिखेंगे, खड़े हो जाओ। 4 महीने वाले माशाअल्लाह 4 മാസത്തേക്ക് പുറപ്പെടാൻ തയ്യാറുള്ള ആൾക്കാരെല്ലാം എണീക്കും. नियत कर लें, नियत कर लें। നിയത്ത് ചെയ്തോളി, നിയത്ത് ചെയ്ത് എണീറ്റോളി ഇൻഷാഅല്ലാഹ്. ഹിമ്മത്തായിട്ട് എണീക്കും ഇൻഷാഅല്ലാഹ്. अरे सुभान अल्लाह, सुभान अल्लाह। ഈമാൻ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി എണീക്കും. हिम्मत का काम है, ഹിമ്മത്തിന്റെ ജോലിയാണ് സഹോദരന്മാരെ ഇത്. खड़े होना जितना आसान है, अल्लाह ने कबूल कर लिया तो जाना भी उतना ही आसान है। സഹോദരൻ എണീറ്റ് നിൽക്കൽ എത്രത്തോളം എളുപ്പമാണോ അള്ളാഹു കബൂലാക്കിയാൽ പോലും അത്ര തന്നെ എളുപ്പമാണ്. सब खड़े हो जाए इंशाअल्लाह। എല്ലാവരും എണീറ്റോളി ഇൻഷാഅല്ലാഹ്. मैं भी खड़ा हो जाता हूँ इंशाअल्लाह। अभी आप जाए, मैं बैठा रहा हूँ, जैसे मैं भी जाऊंगा इंशाअल्लाह। ഞങ്ങൾ ഇരിക്കുന്നത് ശരിയല്ല. सब नियत करिए, എല്ലാവരും നിയത്ത് ചെയ്തില്ല. अल्लाह हम सब के निकलने को कबूल फरमाए, निकलना आसान फरमाए। तशरीफ रखें, എല്ലാവരും ഇരുന്നോളി ഇൻഷാഅല്ലാഹ്. तशरीफ रखें। എല്ലാവരും ഇരിക്കും ഇൻഷാഅല്ലാഹ്. अब अपनी तारीख खुद तय करो इंशाअल्लाह। ഇനി നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ സ്വയം തന്നെ തീരുമാനിച്ചോളി. जितनी कुर्बानी देंगे उतना ईमान बनेगा। എത്ര നമ്മൾ ത്യാഗം ചെയ്യുമോ അത്ര നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാകും. अगस्त के महीने में कौन जाएंगे, सितंबर के महीने में कौन जाएंगे, अक्टूबर के महीने में कौन जाएंगे, खुद तय कर लो इंशाअल्लाह। ഓഗസ്റ്റിൽ ആര് പോകും, സെപ്റ്റംബറിൽ ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകും, ഒക്ടോബറിൽ ആര് അള്ളാഹുവിന്റെ മാർഗത്തിൽ പോകും, നിങ്ങൾ സ്വയം തന്നെ തീരുമാനിച്ചോളി നിങ്ങൾക്ക് വേണ്ടി. ये 3 महीने के अंदर जाएंगे भाई। ഈ 3 മാസത്തിൽ പോകില്ല ഇൻഷാഅല്ലാഹ്. अगस्त में कौन कौन जाएंगे जरा हाथ उठाओ। ഓഗസ്റ്റിൽ പോകാൻ തയ്യാറുള്ള ആൾക്കാരൊന്ന് കൈ നോക്കി ഇൻഷാഅല്ലാഹ്. उठाओ അത് കൈ നോക്കി माशाअल्लाह। മാഷാഅല്ലാഹ്. और सितंबर में भाई സെപ്റ്റംബറിൽ പോകാൻ തയ്യാറുള്ള ആൾക്കാർ കൈ നോക്കി ഇൻഷാഅല്ലാഹ്. देखो भाई माशाअल्लाह। और बाकी सब तो अक्टूबर में जाएंगे। ബാക്കിയുള്ള ഒക്ടോബറിൽ പോകില്ല ഇൻഷാഅല്ലാഹ്. 3 दिन निकलते रहना 3 ദിവസങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയിക്കൊണ്ടേയിരിക്കും. और अल्लाह से कहना कि अल्लाह 3 दिन जिस तरह तूने मेरे लिए आसान किया, 3 जिंदे भी आसान कर दे। അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹുവേ 3 ദിവസം പോയി നീ എനിക്ക് എങ്ങനെ എളുപ്പമാക്കിയോ ഇതുപോലെ 3 ജില്ല അതായത് 4 മാസം പുറപ്പെടൽ നീ എളുപ്പമാക്കണമെന്ന് ദുആ ചെയ്യണം. मकामी काम में जुड़े रहना। നമ്മുടെ നാട്ടിൽ നടക്കുന്ന മക്കാമി പരിശ്രമത്തിൽ നമ്മൾ ഇൻഷാഅല്ലാഹ് അതിൽ പങ്കെടുക്കണം. छोटी नेकी बड़ी नेकी की ताकत पैदा करती है, ചെറിയ നന്മ വലിയ നന്മകളെ നമ്മളിലേക്ക് വലിച്ചു ചേർക്കുന്നതിന് കാരണമായി തീരും. ताकत पैदा करती है। അതിനുള്ള ശക്തി നമുക്ക് കിട്ടും. छोटा गुनाह बड़े गुनाह की हिम्मत पैदा करता है। ചെറിയ തെറ്റുകൾ വലിയ തെറ്റുകളുടെ ധൈര്യം ഉണ്ടാകുന്നത് പോലെ छोटी छोटी नेकियां करते रहे, ചെറിയ ചെറിയ തെറ്റുകൾ